ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൂരമീൻ അച്ചാറാണ്. അതിന് ചൂരമീൻ 1/2 കിലോ നല്ല കഴുകി, പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. കടായി നന്നായി ചൂടായതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ച് ചൂടായാൽ നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. നല്ലെണ്ണ ഉണ്ടാക്കില്ലേ പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ മീൻ കുറേ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു 2 കഷ്ണം ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞത്, ഒരു 4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ ഒരു 5-6 കാന്താരി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 2 കുടം വെളുത്തുള്ളി. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ നടുവ് പിളർത്തെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ മുഴുവനോട് ഇട്ടാലും മതി. അതെ. പിന്നെ വേണ്ടത് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത്, പിന്നെ കായം, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ നോക്കുന്നത്. കുറച്ച് കടുക്, പിന്നെ ഒരു ശകലം ഉലുവ. അത് കടുക് പൊട്ടിക്കാൻ ആവശ്യമായത് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. മീനൊക്കെ അങ്ങനെ വറുത്ത് മുരിഞ്ഞ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് വറുത്ത് കോരിയിട്ട് മീനെല്ലാം വറുത്ത് കോരിയ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അത് നല്ല പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കടുക്, 5-6 കടുകിടും. കടുകിട്ടിട്ട് കടുകിട്ടതിന് ശേഷം വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം വഴറ്റി മുരിച്ചെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കുക. ഈ വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നല്ല മൂത്ത് വരാൻ, നല്ല മണം വരാൻ തുടങ്ങി. അത് നന്നായി മരിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, ഉലുവപ്പൊടി, എല്ലാ പൊടികളും ഇതിലേക്ക് ചേർക്കാം. ഈ പൊടികളെല്ലാം ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. പൊടികളെല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. തെളിഞ്ഞ് വെക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, വിനാഗിരി പറഞ്ഞിട്ടിട്ടായിരുന്നു. വിനാഗിരി ഒരു 5-6 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുക. നന്നായി മിക്സ് ചെയ്ത് നമ്മൾ വറുത്ത് വെച്ച് ഫ്രൈ ചെയ്ത് വെച്ച മീനിനെ നമ്മൾ ഇതിലേക്ക് അടിക്കാൻ പോവാണ്. അങ്ങനെ മീൻ
നന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അപ്പം അങ്ങനെ നമ്മുടെ മീനച്ചാർ റെഡിയായി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.